പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിലേക്ക് ഇല്ലെന്ന പി.വി. അൻവർ. ആ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമായി. അൻവർ ഇല്ലാത്ത യു.ഡി.എഫ് നിലമ്പൂരിൽ വിജയിക്കില്ല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ല, മത്സരിക്കാൻ പണമില്ല. വി.ഡി. സതീശന് ഗൂഢലക്ഷ്യമാണെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നേതാവാണ് സതീശനെന്നും അൻവർ ആരോപിച്ചു. നിലമ്പൂരിനെ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട് പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി.വി. അൻവർ 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിന് മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ അല്ല, ഇല്ലാണ്ടാക്കി, വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഞാനിനി ഇല്ല, യു.ഡി.എഫിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ യു.ഡി.എഫിലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, യു.ഡി.എഫിലേക്ക് ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അൻവർ. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? പി.വി. അൻവർ കൂടുതൽ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പി.വി. അൻവർ ഇനി യു.ഡി.എഫിലേക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു.ഡി.എഫിലേക്ക് യാതൊരു കാരണവശാലും പോകില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മത്സര രംഗത്തുണ്ടാകില്ല. അത് താൻ യു.ഡി.എഫിനൊപ്പമില്ലെങ്കിൽ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു എന്നൊരു വിഷയമാണ് ഒട്ടുമിക്ക സമയങ്ങളിലും ഉയർത്തിയിരുന്നെങ്കിൽ ഇത്തവണ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് യു.ഡി.എഫിലേക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇനി തനിക്ക് മത്സരിക്കാൻ തൻ്റെ കൈവശം പൈസയില്ല. തൻ്റെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. 100 രൂപ പോലും എടുക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയാണ് തനിക്കുള്ളതെന്നൊക്കെയാണ് പി.വി. അൻവർ പറയുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ ഭാഷയിൽ, അതായത് വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. യു.ഡി.എഫിനെ തകർക്കുന്ന നിലപാടാണ് വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്നുള്ളതെന്നും പി.വി. അൻവർ പറയുന്നു. എന്തായാലും ഒരു വലിയ തരത്തിലുള്ള പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പി.വി. അൻവർ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു, താൻ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന്. അതുപോലെ തന്നെ ആരും ഇനി പി.വി. അൻവറുമായി ചർച്ചയ്ക്ക് ചെല്ലണ്ട എന്നും പറയുന്നു. അത്തരത്തിൽ വിമർശനങ്ങൾ, പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല യു.ഡി.എഫിലേക്ക് ഇനി പോകുന്നില്ല എന്നും പറയുന്നു. അതേസമയം പി.വി. അൻവറുമായുള്ള ചർച്ചകൾ തുടരുന്നതിനെ കുറിച്ച് തന്നെയാണ് ലീഗും ഒപ്പം യു.ഡി.എഫിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും തീരുമാനം. അത്തരത്തിൽ ആ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പി.വി. അൻവറിനെ പിണക്കി മാറ്റി നിർത്തണ്ട എന്നൊരു നിർദ്ദേശം എ.ഐ.സി.സിയുടെ ഭാഗത്തു നിന്നും കെ.പി.സി.സിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു.ഡി.എഫിലെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ തീരുമാനം. അതേസമയം പി.വി. അൻവറിൻ്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കണ്ട എന്നൊരു നിലപാടും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ മുതൽ തന്നെ വി.ഡി. സതീശനും ഒപ്പം കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ തന്നെ വി.ഡി. സതീശനുമായി പ്രത്യക്ഷത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പകരം മറ്റു ചില കോൺഗ്രസ് നേതാക്കന്മാരെയും യു.ഡി.എഫിലെ ഘടകകക്ഷി നേതാക്കന്മാരെയും ഒക്കെയാണ് നിയോഗിച്ചിരുന്നത്. അവർ പല ആവർത്തി ചർച്ച നടത്തിയിരുന്നു. ഇവിടെ പ്രധാന പ്രശ്നം വി.ഡി. സതീശൻ പറയുന്നത് യാതൊരു കാരണവശാലും ഘടകകക്ഷിയാക്കാൻ പറ്റില്ല, പകരം ആർ.എം.പിക്ക് നൽകിയിരിക്കുന്നത് പോലെ ഒരു അസോസിയേറ്റ് മെമ്പർ സ്ഥാനം നൽകുക, ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. കാരണം അതിൽ ഒരു കാര്യം വ്യക്തമാണ്, പി.വി. അൻവർ യു.ഡി.എഫിലെ ഘടകകക്ഷിയായി കഴിഞ്ഞാൽ ആർ.എം.പിയും അതേ വാദം ഉന്നയിക്കും. അങ്ങനെ വരുമ്പോഴേക്കും വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തുടർന്ന് നിയമസഭയിലുമൊക്കെ കൂടുതൽ സീറ്റുകൾ ഇവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നൽകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തില്ല. പ്രത്യേകിച്ചും പി.വി. അൻവർ ഒരു പക്ഷേ യു.ഡി.എഫിൻ്റെ ഘടകകക്ഷിയാകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ, ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. അങ്ങനെ സീറ്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ സീറ്റാണ് നൽകേണ്ടി വരിക. അത് കോൺഗ്രസിന് വലിയ തരത്തിൽ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശനും കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫും എല്ലാം തന്നെ ഒരു നിലപാട് സ്വീകരിച്ചത്. കാരണം അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുമ്പോഴേക്കും ഒരു മറ്റോ നൽകിക്കൊണ്ട് തൽക്കാലം കോൺഗ്രസിന് തലയൂരാൻ കഴിയും. അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരിക്കും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുക. അതേസമയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒരു പക്ഷേ യു.ഡി.എഫിൻ്റെ ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് കൂടി ചേരുകയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ചും നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 8 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയുമാണുള്ളത്.
ഉള്ളത്. അവിടെയൊക്കെ തന്നെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഉറപ്പായും PV അൻവർ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു മെല്ലപ്പോക്ക് നയം UDF പ്രവേശനത്തിൽ PV അൻവറിന്റെ കാര്യത്തിൽ UDF സ്വീകരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലമ്പൂർ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യമായ ഘടകം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നിലമ്പൂരിൽ വിജയം സാധ്യമാക്കണം. അതിന് ഒരു പക്ഷേ PV അൻവറിനെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റേതെങ്കിലും നയങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ തന്നെ അൻവറിനെ കൂടെ നിർത്തണം എന്നൊരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ KPCC അധ്യക്ഷനുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അൻവറിനെ പിണക്കി മാറ്റി നിർത്തേണ്ട എന്നൊരു നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം UDF കൺവീനർ അടൂർ പ്രകാശോ മറ്റു നേതാക്കന്മാരോ ആരും തന്നെ ഇതുവരെയായും PV അൻവറുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് VD സതീശൻ, KPCC സണ്ണി ജോസഫ് ഇവരാരും തന്നെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. മറ്റു നേതാക്കന്മാർ, അതായത് മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവരൊക്കെയാണ് അൻവറുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. അതേസമയം ഇന്നലെ ചർച്ചയിൽ നിന്നും ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല പിന്നോക്കം പോയിട്ടുണ്ട്. കാരണം VD സതീശനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളും വഴിമുട്ടിയിരിക്കുകയാണ്. ഇനി ഇതിനൊരു നേതൃനിരയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വരേണ്ടത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ നയപരമായ നിലപാട് എന്താണെന്നുള്ളത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും UDFന്റെ ഘടകകക്ഷി എന്ന നിലയ്ക്ക് ലീഗ് ഒരു പക്ഷേ PV അൻവറുമായിട്ടുള്ള ചർച്ച തുടരും. അത് ഈ ഒറ്റ കാര്യമായി ഒരു നിർദ്ദേശം മാത്രം മുന്നോട്ട് വയ്ക്കും. അതായത് ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് തൃണമൂൽ കോൺഗ്രസിന് അല്ലെങ്കിൽ PV അൻവറിന് UDFൽ തുടരാം എന്നൊരു നിർദ്ദേശം മാത്രമായിരിക്കും മുന്നോട്ട് വെച്ച് ചർച്ച നടത്തുക. അത് എത്ര കണ്ട് PV അൻവർ അംഗീകരിക്കും എന്നുള്ള കാര്യവും പിന്നീട് മനസ്സിലാവുകയുള്ളൂ. അതേസമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് ഇപ്പോൾ സ്വന്തം നാടായ നിലമ്പൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. ഇപ്പോൾ അദ്ദേഹം റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വലിയ തരത്തിലുള്ള ആളെ കൂട്ടിക്കൊണ്ട് വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. മാത്രവുമല്ല, ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വരാജ് ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികൾ തുടങ്ങും. നേരത്തെ തന്നെ സംസ്ഥാന സമിതി നേതാക്കന്മാരും കേന്ദ്ര നേതാക്കന്മാരും എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവരുടെ നേതൃയോഗം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. ആ ഏരിയ കമ്മിറ്റി ഓഫീസിലെ യോഗത്തിന് ശേഷം ആർക്കൊക്കെ ഏത് പഞ്ചായത്തുകൾ, ഏത് വാർഡുകൾ തരത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് യോഗങ്ങളൊന്നും CPIM-ന് ചേരേണ്ടതില്ല. അവർക്ക് നേരെ കടക്കാൻ കഴിയും പ്രചരണ പരിപാടികളിലേക്ക്. അതേസമയം ഇതുവരെയായും BJP അല്ലെങ്കിൽ BDJS അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞായറാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണുള്ളത്. നേരത്തെ തന്നെ BJPക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. മത്സരിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം പിന്നീട് ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. കാരണം ഏതെങ്കിലും ഒരു മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ BJP വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും. അതുകൊണ്ടാണ് NDA ഘടകകക്ഷിയായ BDJS-ന് സീറ്റ് നൽകിക്കൊണ്ട് തൽക്കാലം BJP തലയൂരിയിരിക്കുന്നത്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥി അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആര്യാൻ ഷൗക്കത്തിന്റെ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ചില പ്രമുഖ വ്യക്തികളെ നിലമ്പൂരിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടതിന് ശേഷം പത്രിക സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദീപ്തി. പിന്നെ അതുപോലെ തന്നെ ഈ അൻവർ മത്സരിക്കില്ല, ഇനി മത്സരിക്കാനില്ല, തന്റെ കയ്യിൽ പണമില്ല എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെ അദ്ദേഹം ഇനിയും ഒരു സ്വതന്ത്രനായി തന്നെ മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അൻവർ ഉൾക്കൊള്ളാത്ത ഒരു കാര്യമുണ്ട്. അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം UDFൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കി എടുക്കണം എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ എടുക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഉള്ളത്. ഇവർ രണ്ടുപേരും അയഞ്ഞ ഒരു സമീപനം സ്വീകരിക്കുന്നതുവരെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടി വരും അൻവറിന്. അതായത് ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിൽ. അതേസമയം അങ്ങനെ ഒരു ഘടകകക്ഷി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാരണവശാലും വിലപേശലിൽ നിന്ന് PV അൻവർ പിന്നോട്ട് പോകില്ല. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. അത് കോൺഗ്രസിന് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തൽക്കാലം ഒരു അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്തുക, എന്നിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് നൽകുക. അതായിരുന്നു നിലപാട്. ആ നിലപാടിൽ നിന്നും ഒരു കാരണവശാലും കോൺഗ്രസ് പിന്നോട്ട് പോകില്ല, UDF പിന്നോട്ട് പോകില്ല. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതേസമയം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. താൻ മത്സരിക്കില്ല, തൻ്റെ കയ്യിൽ മത്സരിക്കുന്നതിന് ആവശ്യമായ പൈസയില്ല, കോടികൾ തന്നെ വേണം.
ഒരു മത്സരത്തിന് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചില കാര്യങ്ങളിൽ പി വി അൻവർ അയഞ്ഞിരിക്കുന്നു. എന്നാൽ വി ഡി സതീശനോടുള്ള വിദ്വേഷം, എതിർപ്പ്, വിയോജിപ്പ് അത് കാര്യമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം താൻ യു ഡി എഫിലേക്ക് വരുന്നതിന് വിലങ്ങ് തടിയായി നിൽക്കുന്നത് വി ഡി സതീശനാണ് എന്നുള്ളത് പി വി അൻവർ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വി ഡി സതീശൻ്റെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല, വി ഡി സതീശൻ യു ഡി എഫിൽ ഉള്ളിടത്തോളം കാലം താൻ യു ഡി എഫിലേക്ക് പോകില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും വലിയ തരത്തിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ കൃത്യമായും ഒരു നിലപാടിൽ മാറ്റം വരും. അത് ഈ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള പദവി ആണോ അതല്ലെങ്കിൽ ഒപ്പം നിർത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെയാണ് തീരുമാനമെടുക്കേണ്ടത്. ആ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫും ഘടകകക്ഷികളുമാണ്. ഇതുവരെയായി യു ഡി എഫ് യോഗം ചേരാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഉടൻ ഉണ്ടാവില്ല. എന്നിരുന്നാൽ തന്നെയും ഉടൻ തന്നെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുത്തുകൊണ്ടൊരു തീരുമാനം യു ഡി എഫിലെ ഘടകകക്ഷികളും സമ്മതിക്കത്തില്ല. കാരണം നേരത്തെ തന്നെ വന്ന് ഒരു സീറ്റുള്ള RMP ഇപ്പോഴും ഘടകകക്ഷിയായിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പതിയെ യു ഡി എഫിലേക്ക് എടുക്കുക എന്നൊരു സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത്. അതും ഒരു പക്ഷേ പി വി അൻവർ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിൽ തുടരാൻ കഴിയും. ദീപ്തി. ഇനി അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്, നിലമ്പൂർ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ട് M സ്വരാജാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ മുൻപ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായതാണ്, M സ്വരാജിന് വലിയൊരു സ്വീകരണം തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉള്ളതും. ഈ ഒരു പാർട്ടി ചിഹ്നത്തിൽ കുഞ്ഞാലിക്ക് ശേഷം CPIM ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളാണ് M സ്വരാജ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഇനി ഒരു ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക്, ശക്തമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് വേണ്ടേ നമുക്ക് പറയാൻ. അതുപോലെ തന്നെ അൻവറിൻ്റെ ഈ ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അൻവറിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവനകളെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നടക്കം നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം CPM-ന്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്, ഒപ്പം ആര്യാടൻ ഷൗക്കത്ത്. രണ്ടു പേർക്കും ഈ മേഖല നിലമ്പൂരിൽ വലിയ ആൾബലമുള്ളവരാണ്. CPM-ന് പ്രത്യക്ഷത്തിൽ അവിടെ ഒരു വലിയ സംഘടനാപരമായ ശക്തിയുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരു മുന്നണികളുടെയും തമ്മിലുള്ള മത്സരം കടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അവിടെ അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് വലിയ സാധ്യത ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും CPIM-ന്റെ സ്ഥാനാർത്ഥിയും രണ്ടുപേരും ഘടകകക്ഷികളല്ല. ഈ രണ്ട് മുന്നണികളുടെ പ്രധാനികളായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം വലിയ വാശിയിലേക്ക് മാറപ്പെടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM ആകട്ടെ അവർക്കിനി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ മതിയാകും. അത്തരത്തിൽ അവരുടെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ നിലമ്പൂരിലേക്ക് എത്തും. വലിയ തരത്തിലുള്ള ഇലക്ഷൻ പ്രചരണ പരിപാടി LDF സംഘടിപ്പിക്കും. കാരണം മുഖ്യമന്ത്രി തന്നെയായിരിക്കും അവിടെയും തിരഞ്ഞെടുപ്പിനെ നയിക്കുവാനായി എത്തുക. അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ നിലമ്പൂരിൽ എത്തുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി സമ്മേളനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. ഒപ്പം MP ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ഉണ്ടാവും, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അവിടെ ഉണ്ടാവും. വേണ്ടി വന്നാൽ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ MA ബേബിയെ വരെ അവിടെ എത്തിച്ചുകൊണ്ട് M സ്വരാജിനെ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ മുന്നിലുള്ളത്. കാരണം അവർക്ക് തുടർഭരണം മാത്രമാണ് അവരുടെ മുന്നിലെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ തുടർഭരണത്തിന് മുന്നോടിയായുള്ള ഒരു ക്വാർട്ടർ ഫൈനലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വലിയ തരത്തിൽ CPM-ന് വലിയ തരത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാം. കാരണം സർക്കാരിന് കിട്ടിയ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിജയം എന്ന് അവർ വാദിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവർക്ക് നേടാൻ കഴിയും. അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് തുടർഭരണം ലക്ഷ്യമാക്കി മുന്നോട്ട് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചുകൊണ്ട് തന്നെ വിജയമെന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു വഴിയിലേക്ക് അവർ പോകില്ല. അതാണ് അവരുടെ തീരുമാനം. അതേസമയം കോൺഗ്രസ് ആകുമ്പോൾ കോൺഗ്രസിന്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എങ്ങനെ ഈ വിജയിക്കുന്നതിന് പ്രാപ്തമായ തരത്തിലുള്ള എല്ലാ അടവുകളും അവർ പയറ്റി നോക്കും. പ്രത്യേകിച്ചും ഇത്
അല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴേക്കും കാര്യങ്ങൾ എളുപ്പമാവും. അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ പുരോഗതി സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ അവർക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അവരുടെ നിലവിലെ MLA മാർ, ഒപ്പം MP മാർ, അതുപോലെ തന്നെ AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടി നടത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിൽ കോൺഗ്രസും പ്രചരണ രംഗത്ത് സജീവമായി കഴിയുമ്പോഴേക്കും രാഷ്ട്രീയ പോര് ശക്തമാകും. വലിയ തരത്തിൽ മത്സരം കടുക്കും. ഇരു മുന്നണികൾക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. അത്തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മത്സരത്തിലേക്ക് നിലമ്പൂർ നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ദീപ്തി, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് PV അൻവർ. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ല എന്ന നിലപാടിലാണ് PV അൻവർ. സതീശൻ അധ്യക്ഷനായ UDF-ലേക്ക് താൻ ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. UDF-ൽ വിശ്വാസമില്ലെന്നും തന്റെ UDF പ്രവേശനത്തിൽ തടസ്സം നിന്നത് സതീശനാണ് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് PV അൻവർ ഉന്നയിക്കുന്നത്. നിലമ്പൂരിൽ മത്സരിക്കാൻ താനില്ലെന്നും പണമില്ലാത്തതിനാലാണ് മത്സരിക്കാത്തതും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വീകരിക്കേണ്ടവർ തന്നെ സ്വീകരിക്കുന്നില്ല എന്നും ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ല എന്നും അതിനായി കാത്തിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ